Welcome to Garam Masala, the magic spices of cooking. ഇന്ന് നമുക്ക് പുതിയ മൺചട്ടി എങ്ങനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് വലിയൊരു പാത്രത്തിൽ വെള്ളം എടുക്കാം. ഇനി നമുക്ക് പുതിയൊരു മൺചട്ടി എടുക്കാം. നമുക്കിതിനെ വെള്ളത്തിൽ മുക്കി വെക്കണം. 5 മുതൽ 6 മണിക്കൂർ വരെ ഇതിനെ വെള്ളത്തിൽ വെക്കണം. അടുത്തതായി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. 6 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം എടുത്ത മൺചട്ടിയാണിത്. ഈ ചട്ടിയുടെ 90% ഭാഗം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യം നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ വെക്കണം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരമണിക്കൂർ തിളപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളം 50% കുറഞ്ഞു വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ തണുപ്പിച്ചെടുക്കണം. ഈ കഞ്ഞിവെള്ളത്തെ നമുക്ക് 8 മുതൽ 10 മണിക്കൂർ വരെ ഈ മൺചട്ടിയിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്കിതിനെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 90% കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനെ തിളപ്പിച്ചെടുക്കണം. അരമണിക്കൂർ ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 5-6 മണിക്കൂർ കൂടെ നമുക്കിതിനെ പാനിൽ തന്നെ വെക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്കിതിനെ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് നന്നായി വാഷ് ചെയ്തെടുക്കാം. നമ്മുടെ മൺചട്ടി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉണക്കിയെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്ടിയാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കണം. ഈ വെളിച്ചെണ്ണ നമുക്ക് ചട്ടിയിലോട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇനി ഇതിനെ 1-2 ദിവസം വെക്കണം. 2-ാമത്തെ ദിവസമായപ്പോഴേക്കിനും മൺചട്ടി വെളിച്ചെണ്ണയെല്ലാം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. ഇതുകൂടെ മൺചട്ടി അബ്സോർബ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മൺചട്ടി എണ്ണയെല്ലാം അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മൺചട്ടി നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. താങ്ക് യു.